എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ പ്രസൻറ്റ് കേരളത്തെക്കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന വലിയൊരു പ്രവണത, നാം ഒരു 100 വീട് ഒരു സർവേ നടത്തിയാൽ അതിൽ 25% വീടുകളിലും കാണപ്പെടുന്നത് പ്രായമായ പേരൻസ് മാത്രമാണ്. മറ്റുള്ള 1-2 കുട്ടികളുണ്ടെങ്കിൽ അവർ പുറം രാജ്യങ്ങളിൽ അവിടെ സ്ഥിരതാമസവുമാണ്. എന്നാൽ ഇതിൽ ഒരു ചിലർ പേരൻസ് കുട്ടികളുള്ള സ്ഥലത്തേക്ക് പോയി കുറച്ച് സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും കുറച്ച് സമയം മാത്രം അവിടെ കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങി വരികയാണ് സാധാരണ ചെയ്യുന്നത്. ഈ കൂട്ടത്തിലുള്ള ഒരു ഫാമിലിയെ എനിക്ക് കാണാനിടയായി. ഞാൻ അവരുമായി പങ്കുവച്ച ചില വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞാൻ അവരോട് കേൾക്കുകയുണ്ടായി, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം അവരോടൊപ്പം നിങ്ങൾക്ക് ശിഷ്ടകാലം ജീവിച്ചുകൂടാ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി തികച്ചും മറ്റൊന്നായിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്, നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. രാവിലെ ഉണരുക, ഒരു പത്രം വായിക്കുക, ഒന്ന് അമ്പലത്തിലോ പള്ളിയിലോ പോകാം, ഒന്ന് പുറത്തിറങ്ങിയാൽ നമ്മുടെ ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ അവരെ ആയിരിക്കും നാം കൂടുതൽ കാണുക. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മളെപ്പോഴും നല്ല രീതിയിൽ നിലനിർത്തുന്നു. പിന്നെ നാട്ടിൻ്റെ കാലാവസ്ഥ, രാഷ്ട്രീയം മോശമാണെങ്കിലും കാലാവസ്ഥയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ രീതിയിലും അവരുടെ അവസാന നാളുകൾ ഈ സ്വന്തം നാട്ടിൽ തന്നെ ആയിരിക്കണമെന്നവർ നിർബന്ധം പിടിക്കുന്നു. അവരുടെ ഇഷ്ടവും അതാണ്. എന്നാൽ മറുനാട്ടിൽ സ്ഥിരതയുള്ള ജോലിയും കുടുംബവും കുഞ്ഞുങ്ങളുമായി അവർ കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു മാറ്റം സാധിക്കില്ല. എന്നാൽ അവരിൽ അധികം പേരും പേരൻസിൻ്റെ പ്രസൻസ് അവരിഷ്ടപ്പെടുന്നവരുമാണ്. എന്നാൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പേരൻസ് അവരോടൊപ്പം നിൽക്കാറുമില്ല. വന്നാൽ ഒരു ഷോർട്ട് ടൈം പീരീഡ്, അത് കഴിഞ്ഞാൽ അവർ പോകും. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ അവിടെ പോകുമ്പോൾ, ഞങ്ങളുടെ മക്കളുടെ അടുക്കലേക്ക് പോകുമ്പോൾ അവിടെ തന്നെയും അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള സമയം അത്ര കണ്ട് കിട്ടുന്നില്ല. കാരണം രാവിലെ അവർ ഓഫീസ് വർക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചവരെത്തുന്നത് 6-7 മണിക്കാണ്. ഡിന്നർ കഴിയും, അവർ ക്ഷീണിതരായിരിക്കും. കൂടുതലൊന്നും അവരുമായി സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ദെൻ കിട്ടുന്നത് ആകെ ഒരു സൺഡേ ആയിരിക്കും. ആ സൺഡേക്ക് ഏതെങ്കിലും മാളുകളിലോ വേറെന്തെങ്കിലും സ്ഥലങ്ങളിലോ റെസ്റ്റോറൻറ്റിലോ പോയി എല്ലാവരും ഒന്നിച്ചു പോയി ഒരു ഫുഡ് കഴിക്കും. ഇതിനപ്പുറം ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവർക്ക് കിട്ടുന്നില്ല. അവിടെ അമ്പലവുമില്ല, അവിടെ കിളികളുടെ ഒച്ച സൗണ്ടുമില്ല, ഈ ഹാണടിക്കുന്ന സ്വരവുമില്ല, തമ്മിലൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റാണ്. കാരണം റോഡായിരുന്നാലും വളരെ ക്ലീനായിരിക്കും. അവിടെ കുന്നോ കുഴികളോ ഒന്നുമില്ല, നല്ല രീതിയിലുള്ള ക്ലീനാണ്. മറിച്ച് നാട്ടിൽ അങ്ങനെയല്ല. അവർ പറഞ്ഞത് എനിക്ക് കൗതുകം തോന്നി. ഈ നാട്ടിലാണെങ്കിൽ നമുക്ക് ശരിക്കും നടക്കാൻ പറ്റില്ല.
നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ, ഇല്ലെങ്കിൽ റോഡിൽ കുഴി കാണും. ഞാൻ ചോദിച്ചാൽ അത് കുഴി അല്ല, കുഴി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് നടക്കും, വീഴാതെ നടക്കും. അത് കുറച്ച് നമ്മൾ കെയർഫുള്ളായിരിക്കും. കാരണം അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായിപ്പോയി. എനിക്ക് വളരെ കൗതുകം തോന്നി അവരുടെ സംസാരം. രണ്ടാമത്, രാവിലെ ആകുമ്പോൾ അമ്പലത്തിൽ നിന്നും പള്ളികളിൽ നിന്ന് വരുന്ന സൗണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ രാവിലെ പത്രം എടുത്താൽ നല്ല വാർത്തകൾ കിട്ടും. സമരത്തിൻ്റെ വാർത്തകളും പണിമുടക്കിൻ്റെ വാർത്തകളും വടികൾ നോക്കുകുരിയുടെ വാർത്തകളും ഇതൊക്കെ അതുകൊണ്ട് ബ്ലഡിൽ അലിഞ്ഞു പോകുന്ന ഒരു പ്രത്യേക ശൈലിയാണ്. നമ്മുടെ ഇതൊന്നും അന്യനാട്ടിൽ കിട്ടുക. അവിടെയെല്ലാം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ഓരോ വ്യക്തികളും അവരുടെ ജോലി ചെയ്യുന്നു. എന്നാൽ അവർ പറഞ്ഞത്, ഇവിടെ ഈ നാട്ടിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യോഗ്യമായ ഒരു വർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരിവിടെ തന്നെ കാണുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഇല്ല. രണ്ടാമത്, ഇവിടുത്തെ എൻവയറമെൻ്റൽ കണ്ടീഷൻ വളരെ മോശമാണ്. ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ ടെക് കമ്പനികൾ, കുറച്ച് ഈ ഗവൺമെൻറ് കിട്ടിയ കുറച്ച് ഒത്തിരി കെട്ടിടങ്ങളുണ്ട്. ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞ് അവിടെ പല കമ്പനികൾ വന്നു അവരുടെ ഓപ്പറേഷൻ ചെയ്യുന്നു. പുറത്തും ഇന്ത്യയുടെ പല ഭാഗത്തുള്ളവരും വന്ന് അതിൽ വർക്ക് ചെയ്യുന്നു. അത് ഒരു പർട്ടിക്കുലർ ടൈപ്പ്, അത് ഈ IT ഫീൽഡിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ജോലിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാമെന്നുള്ളത് ഇവിടെയുള്ള ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്ന ഈ ലുലു മാളിൻ്റെ കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ അവർ കെട്ടി ഓരോ ബ്രാൻഡ് ഷോപ്പിനും വേണ്ടി അവർ വാടകയ്ക്ക് കൊടുക്കുന്ന ഈ സ്റ്റുഡിയോ പാർട്ട് ഓഫ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, റിയൽ എസ്റ്റേറ്റാണ്. അപ്പോൾ അതിന് കുഴപ്പമില്ല. എന്നാൽ മറിച്ച് ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് 1 കോടിയോ 50 ലക്ഷമോ അല്ലെങ്കിൽ 75 ലക്ഷമോ 3 കോടി ഇട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അവന് തകർത്ത് തരിപ്പണമാകുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ് ഇവിടെ അരങ്ങേറുന്നത്. അവിടെ നോക്കുകൂലി ആൾക്കാർ വരും, സമരക്കാർ വരും, പാർട്ടിക്കാർ വരും, പിരിവുകാർ വരും. പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ ബുദ്ധിയും പിഴിക്കുന്ന ഈ കുറച്ച് നിയമവും ആയി വരുന്ന പഞ്ചായത്തുകാരും കോർപ്പറേഷൻകാരും വന്ന് ആകെ ജഗപുക അവനെ തകർത്ത് തരിപ്പണമാക്കി അവനെ വിടത്തുള്ളൂ. ഒന്നിൽ അവനെ നമ്മൾ കേട്ടുള്ള ഒരു കണ്ണൂർ സൈഡിൽ ഒരു സാജനൊക്കെ തൂങ്ങി മരിച്ചവർ, അങ്ങനെ പലരും. അങ്ങനെയുള്ള വളരെ മോശമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആരും ഒരു ബിസിനസ് തുടങ്ങാനോ ഒന്നിനും അവർ വരാത്തത്. അപ്പോൾ ഈ ലുലുവിനെ പോലുള്ള ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിക്കൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള അവർ നേതാക്കന്മാരെ കാണേണ്ട രീതിയിൽ കാണുന്നു. നേതാക്കന്മാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. എന്നൊക്കെ എത്ര ബിസിനസ്സുകാരനെ ഇവിടെ തകർന്ന് തരിപ്പണമായി പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇവിടെ ഒരു നിലനിൽപ്പില്ലാത്ത സാഹചര്യം വന്ന കാരണം കൊണ്ടാണ് അവർ പറമ്പും ഒക്കെ പണയം വെച്ച് ഇവിടെ നിന്ന് ഹയർ സ്റ്റഡിയായിട്ട് പോയി അവരവിടെ ജോലി ചെയ്യുന്നു, അവിടെ PR എടുക്കുന്നു, അവരുടെ വിവാഹം കഴിക്കുന്നു, അവരവിടെ സെറ്റിലാകുന്നു. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഗവൺമെൻറ് വിചാരിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. ഇവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നല്ല രീതിയിൽ ഇതെല്ലാം ഉണ്ട്. ഇതില്ലെങ്കിൽ വരും ഒരു 5-10 വർഷം കൊണ്ട് ഈ കേരളം എന്നുള്ളതൊരു ശ്മശാന നഗരമായി, ശ്മശാന വില്ലേജായി മാറിക്കഴിഞ്ഞാൽ, കാരണം വീടുകളിൽ ആരും കാണില്ല. അവരെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ കഷ്ടിച്ച് ഒരു 5-10 വർഷം കഴിഞ്ഞ് അവരെല്ലാം മരണപ്പെടും. അപ്പോൾ പിന്നെ അവരുടെ കുട്ടികളും ഇവിടെ ആരും കാണത്തില്ല. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നൊരു ശ്മശാന മൂകതയായിരിക്കും. അതായത് യക്ഷികളുടെ വിരഹ കേന്ദ്രമായിരിക്കും ഇന്നൊക്കെ ഈ വൃദ്ധരായ മാതാപിതാക്കൾ താമസിക്കുന്ന വീടുകൾ. അത് കാടുപോലെ പന്തലിക്കും. അപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ് ഇതിനുള്ളൊരു എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് തകർന്ന് തരിപ്പണമായി പോകും. പിന്നെ ഇവിടെ ജീവിക്കാമോ ഈ നോക്കുകുലിയോ അതൊക്കെ പറഞ്ഞ് ഇടുക്കിലി ആൾക്കാർ ഇങ്ങനെ എപ്പോഴും കാണും. അവർക്ക് പ്രത്യേകിച്ചൊന്നല്ല, അവർക്ക് കിട്ടുന്ന വല്ല എന്തെങ്കിലും ലിക്കറൊക്കെ കഴിച്ച് എങ്ങനെ ജീവിതം ഏത് റോഡിൽ കിടന്നാലും അവർക്ക് അവരുടെ ജീവിതത്തിന് അവർക്ക് കുഴപ്പമില്ല. പക്ഷേ കുറിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നല്ല അറ്റ്മോസ്ഫിയറിൽ ജീവിക്കണമെന്ന് ആൾക്കാർ, അതിനുള്ള സംവിധാനം ഇവിടെ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല, ചെയ്തിട്ടുമില്ല. ഇനി വരുന്ന ഗവൺമെൻറ് അതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് അറിയുകയില്ല.
എന്ത് തന്നെയായാലും ഇവിടെ ഏത് ഗവൺമെൻറ് വന്നാലും ആദ്യം അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ പാർട്ടിക്ക് വേണ്ടിയാണ്, ആ മറ്റുള്ളവരുടെ പാർട്ടിയല്ല. അവരുടെ പാർട്ടി എന്താണ്, അവർക്ക് എന്ത് സൗകര്യം ചെയ്യണോ അതേ അവർ ചെയ്യത്തുള്ളൂ. ചുമട്ട് കൂലിയോ എന്ത് കൂലിയോ നോക്കുകൂലിയോ വള്ളക്കൂലിയോ വഞ്ചി ഒക്കെ അതവർ കാറ്റിക്കൂട്ടിയാണ്. പക്ഷേ കേരളത്തിൻ്റെ ഈ ശോചനീയമായ അവസ്ഥ എല്ലാ ഈ എന്താ പറയുക, ഈ നേതാക്കന്മാരൊക്കെ ഒന്ന് നോക്കിയാൽ ഒന്നറിഞ്ഞാൽ നന്നായിരിക്കും. ഇനി വരുന്ന മിനിസ്റ്ററെങ്കിലും ഇതിനുവേണ്ടി എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കി ഈ ശവപ്പറമ്പ് കോൺസെപ്റ്റിൽ നിന്നും കേരളത്തെ സംരക്ഷിച്ച് മനുഷ്യന് ജീവിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും. ഇതേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ട ഞാൻ ഇന്ന് കിട്ടിയ ഒരു അനുഭവ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവച്ചത്. അതുകൊണ്ട് വൃദ്ധരായ ദമ്പതികൾ അവരുടെ അവസാന നാളിൽ അവരുടെ കുഞ്ഞുങ്ങളൊപ്പം കാണില്ല. ഒരുപക്ഷെ സീരിയസ് ICUയിൽ കിടക്കുമ്പോഴേക്കും ആ പിള്ളേർ വന്നൊരു ഓട്ടോപ്രദർശനം കഴിയും, അവരങ്ങോട്ട് പോകും. മരണപ്പെട്ട് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഈ പ്രോഗ്രാം നടത്തുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഏൽപ്പിക്കും. അവർ കുറച്ച് വീഡിയോ എടുത്ത് അത് കാണിച്ചെല്ലാം അവർ മക്കളെ ഇതേ ഉള്ളൂ, ഇതോടെ തീരുന്നു. ഇത് കേരളത്തിനെ ശവപ്പറമ്പ് ആക്കേണ്ടതിൻ്റെ ആദ്യ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ഘട്ടം ഒന്ന് മാറ്റി തിരുത്താൻ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്ന് ശ്രമിച്ചാലും. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് എത്തിക്കുക, ഇതൊന്ന് ഷെയർ ചെയ്യുക, പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.